ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ഏതുതരം ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാം സൈഡ് എഫക്റ്റ് ഇല്ലാതെ. സൈഡ് എഫക്റ്റ് ഇല്ലാതെ തീർച്ചയായും നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. ഇപ്പൊ നമ്മൾ പലരും സംശയം ഉണ്ടാവും, മദ്യം കൊടുത്തിട്ട് പിന്നെ എങ്ങനെ സൈഡ് എഫക്റ്റ് ഇല്ല. നമ്മൾ പറഞ്ഞു, ഒരു നന്നായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ അത് നിർത്തി കഴിഞ്ഞാൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും അവർക്ക്. അപ്പൊ അത് ചിലപ്പോൾ അവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകത്തേ ഉള്ളൂ. നമ്മൾ ആ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റ് അവർക്ക് ഉണ്ടാവരുത്. അവർക്ക് മെന്റലി ഫിസിക്കലി ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരും കൂടി ചിന്തിക്കണം, എനിക്കിത് മാറണം ഡോക്ടറെ, എനിക്ക് മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ട്. ഈ 2 കുപ്പി ഉണ്ടെങ്കിൽ, ഈ മദ്യക്കുപ്പി ഉണ്ടെങ്കിൽ മാത്രം ചികിത്സ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ആശുപത്രിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. എന്താ സംഭവം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതുപോലുള്ള മദ്യക്കുപ്പികൾ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കരുനാഗപ്പള്ളിയിലെ മനക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും മദ്യം കൊടുത്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് വരുന്ന എല്ലാവരും 2 കുപ്പി കള്ളുമായിട്ട് വരണം, എങ്കിലും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ബാക്കി വിശേഷങ്ങൾ പറയാം. ബാ നമസ്കാരം. നമസ്കാരം. അപ്പം ഇതുണ്ടെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഡി അഡിക്ഷൻ? ഇതുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടൊന്നല്ല, നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് പോലെ അമിതമായിട്ട് മദ്യപാനം ഉള്ളവർക്ക് നമ്മൾ ഒറ്റയടിക്ക് അവരെ നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അമിത മദ്യപാനം ഉള്ള ആൾക്കാർ കുപ്പിയായിട്ട് വരണം. അമിത മദ്യപാനമുള്ള ആൾക്കാർ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ കുപ്പിയായിട്ട് വരണം. എന്നിട്ട് ഇപ്പൊ നമ്മൾ അറിയാലോ, നമ്മൾ അതിന്റെ ഡോസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നടപടി എടുക്കുന്നത്. ഇതിലുപരി അവർ സ്വയം ചിന്തിക്കണം, എനിക്കിത് മാറ്റണം ഡോക്ടറെ എന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൂടെ നമ്മളുണ്ട്. നമ്മളെ അവരെ നല്ല രീതിയിൽ അവരെ റിക്കവർ ആക്കി നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ അതുപോലെ അവരെ ചേർത്ത് പിടിച്ചിട്ടായിരിക്കും നമ്മളിവിടെ. ഒരുപാട് പേര് അങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളത് കുറച്ച് പേരിലൂടെ എത്തിക്കാം. കാരണം ഒരുപാട് പേര് ഇതിന്റെ പേരിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സ്വയമേ എനിക്കൊന്ന് നിർത്തണം, ഒരു മെന്റൽ സപ്പോർട്ട് വേണം, ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു സപ്പോർട്ടോട് കൂടി ഇത് എനിക്കത് നിർത്താൻ പറ്റണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് അതൊന്ന് നമ്മളിലൂടെ ഒന്ന് അറിവിലേക്ക് എത്തിക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾക്കൊരു സാധനം ആവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ അതിൽ നിന്ന് റിക്കവർ ആവുമെങ്കിൽ അത് നമുക്കും കൂടെ കിട്ടുന്ന വിജയമാണ്. തീർച്ചയായിട്ടും. അപ്പം അത് അങ്ങനെ വിജയം കിട്ടിയിട്ടുള്ളവരും ഉണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടി സക്സസ് പങ്കുവെക്കുക. ഞാൻ ഡോക്ടറെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, ഇത് നിർത്തിയ ആൾക്കാരെ ആരെങ്കിലും വീഡിയോയ്ക്ക് കിട്ടുമോ? അപ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോ നമ്മള് നോർമൽ നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സുഹേലിന് അറിയാലോ, നമ്മള് വെരിക്കോസ് സംബന്ധമായിട്ടുള്ള വേദനകൾ സംബന്ധമായിട്ടുള്ള, അത് വാദത്തിന്റെ ആയാലും പ്രമേഹപരമായിട്ടുള്ള എല്ലാ നമ്മൾ ട്രീറ്റ്മെന്റുകൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. അവർക്ക് അതിനായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുപോലെ അല്ല, നമ്മളൊരു എന്താ പറയാ, സാക്ഷ്യപത്രം പറയില്ല, അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ഇത്. അവർ പലരും പ്രൈവസിയിൽ വരുന്നവരാണ്. തീർച്ചയായിട്ടും. അപ്പൊ ചിലപ്പോൾ അത് പല രീതിയിൽ അവരുടെ ലൈഫിനെ തന്നെ അഫക്ട് ചെയ്യേണ്ടി വരുന്നതുമാണ്. അപ്പൊ അവരെ അങ്ങനെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക് ബുക്കാണ് അല്ലേ? പേര് കാണിക്കുന്നില്ല, ഞാൻ അല്ലാതെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കും. ഇതെല്ലാം ഫീഡ്ബാക്ക് ആണ്. ഡോക്ടറെ, ഇത് എന്തോ ഫീഡ്ബാക്ക് ബുക്ക്, പേഷ്യന്റ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫ്. കാരണം ഇതിനകത്ത് നമ്മളിവിടെ ഏത് കണ്ടീഷൻ ആയാലും, അത് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്ന ഏത് കണ്ടീഷൻ ആയാലും അവരുടെ കൈപ്പടയാണ് ഇത്. കാരണം നമ്മൾ ആരും എഴുതുന്നതല്ല, കാരണം പല ഹാൻഡ് റൈറ്റിംഗ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അവരുടെ തന്നെ കൈപ്പടയാണ്. അവരുടെ അനുഭവം എന്താണെന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അവർ വന്നപ്പോൾ ഉള്ള അനുഭവം, അവരിവിടുന്ന് പോകുമ്പോൾ ഉള്ള അനുഭവം, അത് എല്ലാ ട്രീറ്റ്മെന്റിനും നമ്മൾ അങ്ങനെ എഴുതി വെക്കാറുണ്ട്. കാരണം അത് നമുക്കും ഒരു മെമ്മറബിൾ മൊമെന്റ് ആണ്, അവർക്കും ഒരു മെമ്മറബിൾ മൊമെന്റ് ആണ്. ചില പേഷ്യൻസ്, ചില ആൾക്കാർ ഉപയോഗിക്കുന്ന ചില വയലന്റ് ആവും, അങ്ങനെയുള്ള ഒരുപാട് പേര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? വയലന്റ്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതൊരു ഹോസ്പിറ്റൽ അല്ല ശരിക്കും, നമ്മളൊരു വീട് പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവരെങ്ങനെയാണോ നിൽക്കുന്നത്, കാരണം ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു വിഡ്രോവലിന്റെ ഭാഗമായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു സംഘർഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് പെട്ടെന്ന് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിനെ നമുക്ക് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിലാണ് നമ്മുടെ വിജയം. തീർച്ചയായിട്ടും.